നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് വലിയ ചർച്ചയായ ഒരു പാരഡി ഗാനമുണ്ട്. സ്വർണം കട്ടത് ആരപ്പ എന്ന് തുടങ്ങുന്ന പാരഡി ഗാനം. അന്ന് LDF-നെ, പിണറായി വിജയനെ, CPM-നെ ഒക്കെ പ്രതിക്കൂട്ടിൽ നിർത്താനാണ് ആ പാരഡി ഗാനം ഉപയോഗിച്ചത്. വലിയ വൈറലായി മാറി ആ പാരഡി ഗാനം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടർമാരെ സ്വാധീനിക്കാൻ കഴിയുന്ന വിധത്തിൽ ആ പാട്ട് വൈറലായി എന്നർത്ഥം. വലിയ പ്രചാരണമായിരുന്നു അന്ന് UDF നടത്തിയത്. LDF-നെതിരെ, CPM-നെതിരെ, മുഖ്യമന്ത്രിക്കെതിരെ, ദേവസ്വം മന്ത്രിക്കെതിരെ. സ്വർണം കട്ടത് CPM ആണ്, പിണറായി വിജയനാണ് എന്നുവരെ പറഞ്ഞ നേതാക്കളുണ്ട്. ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ പ്രതിസ്ഥാനത്ത് നിർത്തി അന്നത്തെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞ കാര്യങ്ങളുണ്ട്. ഇപ്പോഴിതാ എല്ലാം തകിടം മറിഞ്ഞിരിക്കുന്നു. കാര്യങ്ങൾ ഇപ്പോൾ വ്യക്തമായി വരുന്നുണ്ട്. ആരാണ് സ്വർണം കട്ടവരെ സഹായിക്കുന്നത് എന്ന് നേരത്തെ തന്നെ ആരോപണം ഉയർന്നിരുന്നു. സ്വർണം കട്ടവരെ പിന്തുണക്കുന്നത് കോൺഗ്രസ് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് സോണിയാഗാന്ധിയെ ഉണ്ണികൃഷ്ണൻ പോറ്റി കണ്ടതും അടൂർ പ്രകാശും ആന്റണിയും ഒക്കെ കൂടെ പോയതുമൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. പക്ഷെ അന്നൊന്നും ആളുകൾ അത്ര വിശ്വസിച്ചിരുന്നില്ല. അത് എല്ലാം പിണറായി വിജയനാണ്, എല്ലാം CPM ആണ്, എല്ലാം LDF ആണ് എന്ന കൊണ്ടുപിടിച്ച പ്രചാരണം മാധ്യമങ്ങൾ നടത്തിയപ്പോൾ അതിൽ വീണുപോയി കേരളത്തിലെ വോട്ടർമാരും. അങ്ങനെയാണ് UDF-ന് വോട്ട് ചെയ്ത് UDF-നെ വിജയിച്ച് അധികാരത്തിൽ എത്തിയത്. ഇപ്പോൾ UDF-ന്റെ അന്നത്തെ പ്രതിപക്ഷ നേതാവായിരുന്ന VD സതീശന്റെ ഇന്നത്തെ മുഖ്യമന്ത്രിയാണ് അദ്ദേഹം എന്നോർക്കുക, മുഖം മൂടി അഴിഞ്ഞു വീണിരിക്കുന്നു. ഏറ്റവും ഒടുവിൽ പുറത്തു വന്ന വാർത്ത അതുമാത്രം മതി. ശബരിമലയിലെ സ്വർണ്ണ കള്ളക്കടത്ത് അട്ടിമറിക്കാൻ കൂട്ടുനിൽക്കുന്നത് എന്ന്. അത് മുഖ്യമന്ത്രി തന്നെയാണ്, VD സതീശൻ തന്നെയാണ്. അതിൻ്റെ സംസാരിക്കുന്ന തെളിവാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. സ്മാർട്ട് ക്രിയേഷൻസിനെ കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ടതില്ല. ശബരിമലയിലെ സ്വർണ്ണപ്പാളികളിൽ വീണ്ടും സ്വർണം പൂശിയ കമ്പനിയാണ്, സ്വർണം വേർപെടുത്തി പുതിയ സ്വർണം പൂശിയ കമ്പനി. SIT-യുടെ അന്വേഷണത്തിൽ കുറ്റം ചെയ്തു എന്ന് കണ്ടെത്തിയ കമ്പനി സ്മാർട്ട് ക്രിയേഷൻസ്. അതിൻ്റെ ഡയറക്ടറായ സ്മാർട്ട് ക്രിയേഷൻസിൻ്റെ ഡയറക്ടറായ പങ്കജ് ഭണ്ഡാരി ജയിലിലായിരുന്നു, കേസിൽ പ്രതിയാണ്. അദ്ദേഹത്തിൻ്റെ ആ സ്ഥാപനത്തിൻ്റെ അഭിഭാഷകനായ KB പ്രദീപിനെ ദേവസ്വം ബോർഡിൻ്റെ സ്പെഷ്യൽ പ്ലീഡറായി ഹൈക്കോടതിയിൽ നിയമിച്ചിരിക്കുന്നു സർക്കാർ. എന്തിനു വേണ്ടി? കേസ് അട്ടിമറിക്കുന്നതിനു വേണ്ടി. പിന്നെ എന്താണ് അതിനുള്ള ഉത്തരം? അപ്പോൾ ആരാണ് സ്വർണ്ണക്കള്ളക്കടത്തുകാർക്ക് പിന്നിൽ പ്രവർത്തിച്ചത് എന്ന് ഇപ്പോൾ വ്യക്തമായിരിക്കുന്നു. ഏതാണ്ടല്ല, വ്യക്തമായിരിക്കുന്നു. ശബരിമലയിലെ സ്വർണ്ണക്കടത്ത് ആരാണ് നടത്തിയത്? അവർക്ക് കോൺഗ്രസുമായുള്ള ബന്ധമെന്ത്? പ്രത്യേകിച്ച് മുഖ്യമന്ത്രി VD സതീശനുമായുള്ള ബന്ധമെന്ത്? വലിയ ചോദ്യം നേരത്തെ ഉയർന്നതാണ്. എപ്പോൾ പ്രത്യേക വിമാനത്തിൽ അദ്ദേഹം മംഗലാപുരത്തേക്ക് യാത്ര ചെയ്തത് ചർച്ചയായി വന്നിരുന്നു. ആ വിമാനത്തിൽ VD സതീശനോടൊപ്പം ഉണ്ടായിരുന്ന ഏക വ്യക്തി K രജികുമാറാണ്. രജികുമാറിനെ SIT സ്വർണ്ണക്കടത്ത് കേസിൽ ചോദ്യം ചെയ്തിരുന്നു. അദ്ദേഹം ശബരിമലയിലെ കോർഡിനേറ്ററാണ്, സ്പോൺസർമാരുടെ കോർഡിനേറ്റർ. അങ്ങനെയുള്ള ഒരാളോടൊപ്പം പ്രത്യേക വിമാനത്തിൽ, ചാർട്ടേഡ് വിമാനത്തിൽ VD സതീശൻ മംഗലാപുരത്തേക്ക് പോയത്, അദാനിയുടെ ആളുകളെ കണ്ടത് എന്തിന് എന്ന ചോദ്യം അവിടെയുണ്ട്. ഇതെല്ലാം വളരെ ദുരൂഹമായിരിക്കുന്നു. ഏറ്റവും ഒടുവിൽ ഇതാ മുഖ്യമന്ത്രി തന്നെ നേരിട്ട് നിയമനം നടത്തുന്നു. ശബരിമലയിലെ കേസ് വാദിക്കാൻ ദേവസ്വം ബോർഡിൻ്റെ അഭിഭാഷകനായി സ്മാർട്ട് ക്രിയേഷൻസിൻ്റെ അഭിഭാഷകനെ നിയമിക്കുന്നു. ആലോചിച്ച് നോക്കണം എവിടത്തേക്കാണ് കാര്യം പോകുന്നത് എന്ന്. അധികാരമേറ്റ് ഒരു മാസം പോലും ആയില്ല, അതിനു മുമ്പാണ് ഇത്ര നീക്കം നടക്കുന്നത് എന്നോർക്കണം. എന്നുവെച്ചാൽ ശബരിമലയിലെ സ്വർണ്ണക്കടത്ത് നടത്തിയത് ആരാണ് എന്ന് കൃത്യമായി അറിയുന്ന ആളാണ് VD സതീശൻ. അദ്ദേഹം നേരത്തെ നടത്തിയ പ്രസ്താവനയുണ്ട്. കടകംപള്ളി സുരേന്ദ്രൻ അറിയാം ഈ സ്വർണ്ണക്കടത്ത് ആരാണ് നടത്തിയത് എന്ന്, സ്വർണം കൊണ്ടുപോയി വിറ്റത് ആർക്കാണ് എന്ന്. സത്യത്തിൽ കടകംപള്ളിക്കായിരുന്നില്ല അറിയുന്നത് VD സതീശനായിരുന്നു എന്ന് ഏതാണ്ട് വ്യക്തമായി കഴിഞ്ഞു. എന്തുകൊണ്ട് ഇങ്ങനെ ഒരാളെ നിയമിച്ചു എന്ന ചോദ്യത്തിന് സ്മാർട്ട് ക്രിയേഷൻസിൻ്റെ അഭിഭാഷകനെ ദേവസ്വം ബോർഡിൻ്റെ അഭിഭാഷകനായി നിയമിച്ചു എന്ന ചോദ്യത്തിന് മറുപടി പറഞ്ഞേ തീരൂ VD സതീശൻ. ഇന്നല്ലെങ്കിൽ നാളെ ഒരു കാര്യം ഉറപ്പിച്ചു പറയാം, സ്വർണം കടത്തിയത് ആരപ്പ എന്ന ചോദ്യത്തിന് ഇപ്പോൾ ഉത്തരം കണ്ടെത്തിയിരിക്കുന്നു, ഉത്തരം പറഞ്ഞിരിക്കുന്നു VD സതീശൻ. അത് ഞങ്ങൾ തന്നെയാണപ്പ എന്ന്.